പാലക്കാട് ആളയച്ച് ആ വക്കീൽ മണിയേര് വെട്ടം കോലവും രജിസ്റ്റർ ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് കൊച്ചിയിലെ കോടതി ഒരു കള്ളാസം വാങ്ങണം. എന്താ അപ്പൻ? ഞാൻ പറഞ്ഞത് അപ്പൻ കേട്ടില്ലാന്നുണ്ടോ? കേട്ട് ചെറിയച്ഛ, വക്കീലിന് ഏർപ്പാട് ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് അവനിവിടെ വരും. കോലവും വാങ്ങിക്കാൻ വന്നവൻ. ചാത്തന്മാരവനെ ഇവിടെ കൊണ്ടുവരും. ഇതിനപ്പുറത്തേക്ക് ഞാനില്ല. കണിമംഗലത്തുകാർ അങ്ങോട്ട് കയറാൻ പാടില്ല എന്നാ. അതൊക്കെ പണ്ട് ആരും തടയില്ല വരാൻ. ബാപ്പു നിങ്ങൾ പോയി വരി, ഞാൻ അകത്ത് കയറിയിട്ട് ഇനി ശുദ്ധം പോണ്ട. നേരോദരം കുതിച്ചു ചാടി വെട്ടി, ഓതിരം വെട്ടി, കയറ് വെട്ടി, മാറി വെട്ടി, വെട്ടിയടച്ച് കടകം മറുകടകം തല നീട്ട്, അങ്ങനെ. ഇവനാണോ അത്? ആവും. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ന്. ജഗന്നാഥൻ എന്നാണ് പേര്. തമ്പുരാനെ ഒന്ന് കാണാമെന്നാണ്. എനിക്ക് തമ്പുരാനോടായി മാത്രം ചിലത് പറയാനുണ്ട്. കേൾക്കാൻ മനസ്സുണ്ടാവണം. പഴയ വീടുകളും ബിൽഡിങ്ങുകളൊക്കെ വാങ്ങി പൊളിച്ച് വിൽക്കുന്ന ബിസിനസ്സാണ് എൻ്റെത്. നല്ല മരപ്പണികളുള്ള ഒരു കോലക ഇവിടെ ഉണ്ടെന്നൊരു ചങ്ങാതി വന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കുടുക്കി വന്ന് ചാടിയത്. കുറച്ച് പൈസ അഡ്വാൻസും കൊടുത്തുപോയി. ഇനി എന്നെ രക്ഷിക്കണമെങ്കിൽ തമ്പുരാൻ വിചാരിക്കണം. ഇത്രയും വലിയൊരു ബിസിനസ് ആദ്യ. ബ്രോക്കർമാരുടെ കണക്ക് ശരിയാണെങ്കിൽ അവിടെ മരപ്പണി ഒരുപാടുണ്ട്. തേക്കും വീട്ടിയാകിലും വേറെ മരം കൂട്ടി തൊട്ടിട്ടില്ല. എന്റെ കാശ് മുതലാവേണ്ടതാണ്. ബാംഗ്ലൂരിൽ നമ്മുടെ പഴയ വാതിലിനും ജാലകത്തിനൊക്കെ നല്ല മാർക്കറ്റാണ്. കല്ലും ഓടൊക്കെ ഞാൻ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ കൊടുക്കും. എന്നെ ഇപ്പൊ തമ്പുരാൻ സഹായിച്ചാലേ ആ മണ്ണൊരു മര്യാദ വിളിക്കാൻ തമ്പുരാനെ തന്നേക്കാം. ആ മണ്ണിൽ എനിക്ക് താല്പര്യമില്ല. താനത് പൊളിച്ചെടുത്ത് വിൽക്കാൻ തന്നെയാണല്ലോ അല്ലേ? അതെ, അല്ലാതെ ഞാനിവിടെ കയറി താമസിക്കുക തമ്പുരാൻ. ഈ പട്ടിക്കാട്ടിൽ വന്ന് നമ്മൾ എന്തൊട്ട് ചെയ്യാനാ? കെട്ടിടം പൊളിക്കാനാണെങ്കിൽ പിന്നെ താൻ എന്തിനാ സ്ഥലം വിലയ്ക്ക് വാങ്ങിക്കണം? എന്റെ ഒരു ഏർപ്പാട് അങ്ങനെ. സ്ഥലം നമ്മുടെ കയ്യിലായാല് നമ്മുടെ ഇഷ്ടത്തിന് പണിയെടുക്കാമല്ലോ. പിന്നെ പഴയ കോവിലകല്ലേ തമ്പുരാൻ. ഇടിച്ചു പൊളിച്ചെടുക്കുമ്പോ എന്തെങ്കിലും ഒരു ബോണസ് കിട്ടിയാലോ? അങ്ങനെ കിട്ടിയ ചരിത്രങ്ങളുണ്ട്. ഞാൻ എന്താ വേണ്ടെന്ന് പറഞ്ഞാല് താൻ മുന്നോട്ട് പോയിക്കോ. രജിസ്ട്രേഷൻ തടസ്സപ്പെടില്ല. എത്രയും വേഗം പൊളിക്കാനുള്ള പണി തുടങ്ങണം. മനസ്സിലായോ? പിന്നെന്താ, രജിസ്ട്രേഷൻ കഴിഞ്ഞാ പിന്നെ എനിക്കും പണിക്കാർക്കും ദാന്ന് പറയുന്ന ടൈം മതി. എനിക്ക് ധൈര്യമായിട്ട് പോവാലോ. പോവാം. കൊളപ്പുള്ളി അപ്പൻ ചെറ്റയാ, ഭൂലോക ചെറ്റ. അതുകൊണ്ടാ കളി അവന്റെ മുന്നിൽ ഞാൻ മാറ്റി കളിച്ചത്. രജിസ്ട്രേഷൻ കഴിഞ്ഞില്ലേ? ഇനി ഇമ്പക്കെന്താ അപ്പനും അപ്പൂപ്പനും? ഇനിയാണ് കളി. ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത്. കോവിലകം ഞാൻ പൊളിക്കുന്നില്ല എന്നറിയുമ്പോൾ അപ്പൻ റിയാക്ട് ചെയ്യും. ബാപ്പു ഇനി എന്നാ ദുബായിക്ക്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഒരാവശ്യം വരുമ്പോ ഫോൺ എടുത്ത് തങ്ങൾ അങ്ങാടിക്ക് ഒരൊറ്റ വിളി, ബാപ്പോന്ന്.
അടുത്ത സെക്കൻഡിൽ ബാപ്പു റെഡി. നന്ദകുമാർ സാർ ഇന്നലെയും വിളിച്ചിരുന്നു, കൂടെ തന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞിരിക്കുക. സർ, ഞാനെന്താ വേണ്ടത്? തിരിച്ച് ആ യെസ് യെസ്. ജെയിംസിന് പോവാം. നന്ദനും ഞാനും ഇല്ലാത്തതല്ലേ, ബാംഗ്ലൂരിൽ താൻ വേണം. നന്ദനെ വിളിച്ച് പറയണം ഇവിടുത്തെ കാര്യങ്ങൾ. ശരി സർ. ഞാൻ താമസം നാളെ തൊട്ട് കോവിലകത്തേക്ക് മാറ്റും. അതെന്നതാ സാറേ, ഗസ്റ്റ് ഹൗസിലെ സൗകര്യങ്ങൾ പഠിക്കാത്തോണ്ടാണോ? അല്ല പിള്ളേ, അതൊരു മോഹം. കുറച്ച് ദിവസമേ ഞാനിവിടെ കാണൂ, അതവിടെ ചെലവഴിച്ച് തീർക്കാം. ആരാ? ആ, ഗോവിന്ദൻകുട്ടിയാ? എന്താടോ, തല്ലാൻ വന്നാണോ? ഞാനൊരു 2 എണ്ണം കീറിപ്പോയല്ലോടോ. അതുകൊണ്ട് പ്രശ്നം തനിക്കാ. എനിക്ക് വിഷം ഉള്ളിൽ ചെന്നാലേ പിന്നെ കണ്ണ് കാണില്ല, അടി പടപടപടാന്ന് നടക്കും. എന്താ വല്ലതും തോന്നണ്ടാ? തമ്പുരാൻ മാപ്പാക്കണം. കൊളപ്പള്ളിയുടെ ആളെന്നുള്ള അഹങ്കാരത്തിൽ ഗോവിന്ദൻകുട്ടി എന്തോ ബുദ്ധിമോശം കാട്ടി. ഇനി ഉണ്ടാവില്ല. ഗോവിന്ദൻകുട്ടി തമ്പുരാന്റെ കൂടെ ഉണ്ടിനി. തമ്പുരാൻ പോന്ന് പറയണവരെ എന്നെ കൈവിടരുതേ. എടോ, ഞാൻ തന്റെ അപ്പൻ തമ്പുരാനെ പോലെ ചട്ടമ്പി രാജാവൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് അംഗരക്ഷകന്മാരും വേണ്ട. വേണ്ട തമ്പുരാൻ, ഒരു ബാല്യക്കാരനായിട്ട് കൂട്ടിയാൽ മതി. ഞങ്ങൾ കണിമംഗലത്തുകാർക്ക് ഇനി ഒരാളായല്ലോ. കൊളപ്പള്ളിക്കാരുടെ മുമ്പിൽ ഞങ്ങൾ തലപൊക്കി നടക്കും. ഞാൻ തല്ലുപടിച്ചിട്ടല്ലേ അക്കരച്ചാടി കൊളപ്പള്ളി സംഘത്തിൽ ചേർന്ന്. ഗോവിന്ദൻകുട്ടി പറഞ്ഞതിലും കാര്യമുണ്ട് സാറേ. ഇനി കണിമംഗലത്തുകാർക്ക് ഒരു തമ്പുരാനായല്ലോ, ഞങ്ങളുടെ സ്വന്തം തമ്പുരാൻ.